കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വേദനയും കരച്ചിലും ഉണ്ടായി. അപ്പോഴാണ് അവൾ വിചാരിക്കുന്നത്, പപ്പയെ ഇത്രയും ശിക്ഷിക്കുമോ എന്ന്. എന്നാൽ ഈ മകളെ ശിക്ഷിച്ചു കഴിയുമ്പോൾ പിതാവിന് സന്തോഷമല്ല. അവളുടെ വിഷമവും വേദനയും കാണുമ്പോൾ നമുക്ക് അതിൽ പ്രയാസം വരും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവത്തിന് നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് വിചാരിക്കുന്നത്? നമുക്ക് ഈ വേദന തന്നിട്ട് ദൈവം അപ്പുറത്ത് മാറി അവൻ വേദനിച്ചോട്ട്, അവൻ തെറ്റ് ചെയ്തതല്ലേ എന്ന് വിചാരിക്കുന്ന പിതാവാണോ? ഒരിക്കലുമല്ല. ഈ യിരെമ്യാ പ്രവാചകത്തിൽ തന്നെ ഒരു പുസ്തകമുണ്ട്, ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ ഈ പാപവും അനുസരണക്കേടും കാണുമ്പോൾ ഞാൻ മാറിയിരുന്ന് കരയും. അത് ആരാ കരയുന്നതെന്ന് അവിടെ വ്യക്തമല്ല. യിരെമ്യാ പ്രവാചകനാണോ കരയുന്നത് അതോ ദൈവമാണോ കരയുന്നത്? പക്ഷേ ആ വചനം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവം പറഞ്ഞ് അനുസരിക്കാതെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ഒരു സൈഡിൽ കരയുകയാണ്. എൻ്റെ പൈതലിനോട് ഞാൻ പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല എന്ന ഒരു വേദന ദൈവത്തിനുണ്ടാകും. അത് നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമാണ്. നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആ സമയത്ത് ദൈവം ഇരുന്ന് ദുഃഖിക്കുകയാണ്. ഞാൻ ഇത്ര ഇവനെ സ്നേഹിച്ചിട്ട് ഇവനെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞു, എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം വഴി മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് 7 വട്ടമല്ല, 70 വട്ടം. അതിന്റെ അർത്ഥം കണക്കുകൂട്ടി 70 വട്ടം 490 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്നുള്ള അർത്ഥമല്ല. എത്രായിരം പ്രാവശ്യം നിന്നോട് തെറ്റ് ചെയ്താലും അത്രയും പ്രാവശ്യം നീ ക്ഷമിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ ആ കർത്താവ് എൻ്റെ പാപം എത്ര പ്രാവശ്യം ക്ഷമിക്കും? കർത്താവ് ഉറപ്പ് നൽകിയാണ്, നിങ്ങളുടെ പാപങ്ങൾ നീ ലക്ഷക്കണക്കിന് പ്രാവശ്യം നീ തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിച്ചിരിക്കും. നമുക്ക് മാനസാന്തരപ്പെട്ടാൽ ദൈവം ക്ഷമിച്ചിരിക്കും. ഇന്ന് ആദ്യം നമ്മൾ കേട്ട വചനം അതാണ്. നമുക്ക് ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിച്ചിരിക്കും. അതുകൊണ്ട് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ വളരെ ഉന്നതമാണ്. അതോടൊപ്പം ഒരു വചനം കൂടെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നു. മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അതിങ്ങനെയാണ്, 10-13 മുതലുള്ള വാക്യങ്ങൾ. ചിലർ ശിശുക്കളെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരെ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാലും മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളുന്നവർ ആരും ഒരു നാളും അതിൽ കടക്കയില്ല. ഇത് ദൈവവചനത്തിന്റെ ചില നിയമങ്ങളാണ്. ശിശു എന്ന പോലെ ഒരു ഹൃദയം പ്രാപിച്ചാലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പല പ്രാവശ്യം യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ പ്രത്യേകിച്ച് ഒരു സ്വഭാവ ദൂഷ്യമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. താഴ്മയില്ലാത്ത, അത് മറ്റ് പല സ്റ്റേറ്റിലുള്ളവരും നമ്മളെ കുറിച്ച് ഈ സാക്ഷ്യം പറയാറുണ്ട്. അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരത്തില്ല, എങ്കിലും നമ്മൾ ഈ ഒരു മാതൃക കാണിക്കണം. ശിശുവിനെ പോലെയുള്ള ഒരു നിഷ്കളങ്ക ഹൃദയം. അതേ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടായാലും ആ വഴക്ക് കുറച്ച് കഴിയുമ്പോൾ ആ വഴക്കിന്റെ ഒരു ഭാവനയുമില്ല. അവർ പെട്ടെന്ന് ക്ഷമിച്ചു കഴിഞ്ഞു. എത്രയോ ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ. ചില ദുർസ്വഭാവമുള്ളവർ എത്ര വർഷം കഴിഞ്ഞാലും, 25 വർഷം മുമ്പ് ഒരു വ്യക്തി പറഞ്ഞ ഒരു വാക്ക് നിമിത്തം അദ്ദേഹത്തെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറുത്തുകൊണ്ടിരുന്നാൽ ആ വാക്ക് പറഞ്ഞ വ്യക്തിക്കല്ല ദോഷം, ഈ വെറുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കാണ്. നമ്മൾ ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത്, ദൈവദാസൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പ് വെച്ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ വിഷം കുടിച്ചിട്ട് മറ്റുള്ളവർ വീഴട്ടെ എന്ന് വിചാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണമാണ് നമുക്ക് ഒരു നിഷ്കളങ്ക ഹൃദയമാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എപ്പോൾ
പോകുമെന്ന് അറിയത്തില്ല. അതിനു മുമ്പായി നമുക്കൊരു നിഷ്കളങ്ക ഹൃദയം നമുക്ക് വേണം. അവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, ചെല്ലുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം വളരെ ഉറപ്പാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നരകം എന്നുള്ള വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ പലർക്കും പലരുടെ ചിന്തയിൽ അതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഇല്ല. നരകം ഉണ്ടോ ഇല്ലയോ? എപ്പോഴും ഭൂമിയിലെ നന്മകളാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആധാരമായിട്ട് പലരും കാണുന്നത്. പക്ഷേ കർത്താവായ യേശു പഠിപ്പിച്ചു നരകമുണ്ട്. അപ്പോൾ സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ ദേവദാസനോട് ചോദിച്ച്, ഞങ്ങൾ അറിയാതെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, അപ്പൊ ഇനി എങ്ങനെ രക്ഷപ്പെടും? ദേവദാസൻ പറഞ്ഞു, സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ദൈവം ക്ഷമിക്കുക, ഏറ്റു പറയണം. ഏറ്റു പറയാതിരുന്നാൽ അഗ്നി നരകത്തിൽ തന്നെ ചെന്നുപെടും. അതുകൊണ്ട് നമുക്ക് അവസരമുണ്ട്. ശ്വാസം പോകുന്നതിന് മുമ്പ് അവസരമുണ്ട്. ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല. പിന്നീട് ദർവാജ അല്ലെങ്കിൽ കതക് പൊട്ടി അടച്ചിരിക്കുകയാണ്, പിന്നീട് തുറക്കയില്ല. നോഹയുടെ പെട്ടകത്തിന്റെ കതക് ദൈവം അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കയില്ല. അതുകൊണ്ട് സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ മൂഢ എന്ന് പറഞ്ഞാലോ, ആ സഹോദരൻ എന്ന് പറഞ്ഞാൽ IPCയിലെ നമ്മുടെ സഹോദരൻ IPCയിലെ വിശ്വാസം തന്നെ ആയിരിക്കണമെന്നില്ല. മറ്റേതെങ്കിലും ഒരു വിശ്വാസി, ഏതൊരു സഭയിലുള്ള വിശ്വാസിയെ കുറിച്ച് ചിലര് മറ്റു സഭകളുടെ വിശ്വാസത്തെ കുറിച്ച് തുച്ഛമായിട്ട് നിസ്സാരവും അവർക്ക് നമ്മളെ പോലുള്ള പ്രസ്ഥാനമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന ചിന്തകളാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നിസ്സാരമായി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ മൂഢ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനും ക്രമീകരിക്കപ്പെടാനും ദൈവം അവസരം തന്നിട്ടുണ്ട്. നരകം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ലോഡിനി വാപ്പച്ചൻ എന്ന ദൈവദാസൻ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹം അപ്പനോട് സുവിശേഷം പറഞ്ഞാൽ അപ്പൻ അന്നും കുടിയനാണ്. ഇദ്ദേഹം ഭയങ്കര കുടിയനായിരുന്നല്ലോ. അദ്ദേഹം അപ്പനോട് പറഞ്ഞു, അപ്പ രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പൊ അപ്പൻ പറഞ്ഞടാ എവിടെയെങ്കിലും ചെല്ലട്ടെ, അതിനിപ്പോ എന്തോന്നാ? അപ്പോ ലോഡിനി വാപ്പച്ചൻ അപ്പനോട് പറഞ്ഞു, അപ്പ നരകം ഊട്ടിയല്ല കേട്ടോ, നരകം ഊട്ടിയല്ലപ്പ, നരകം വളരെ ഭയാനകമാണ്, നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണത്. നമുക്ക് കുറച്ച് സമയത്തേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ വർഷത്തെ ചൂട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ സഹിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ നരകത്തിലെ ചൂട് നമ്മൾ എങ്ങനെ സഹിക്കും? ഇതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് യേശു ക്രൂശിലേക്ക് നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇതൊന്നും നിസ്സാരമായിട്ട് എടുക്കരുത്. കർത്താവ് നമ്മളെ ഇന്നും അവസരം നൽകിയിരിക്കുകയാണ്. ഇനിയും കർത്താവിദാസൻ പറഞ്ഞു, കുടുംബക്കാരെല്ലാം അടുത്തു വന്നാൽ, അല്ല വർഷത്തിലൊരിക്കൽ വന്നാൽ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇനി അടുത്തു വരാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ഇനിയും നമ്മളെ എത്ര നാൾ ജീവിക്കണം ആർക്കും ഉറപ്പില്ല. പക്ഷേ ദൈവവചനം കൃത്യമാണ്, സത്യമാണ്. നമുക്കൊരു ഭാവി സ്വർഗം ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുകയാണ്. പറഞ്ഞത് മറ്റാരുമല്ല, വേറെ ആരെയും മന്ത്രിയൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. പക്ഷെ യേശുവാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. കർത്താവിദാസൻ പറഞ്ഞതുപോലെ ഇവിടെ വാടക വീടാണ്, ഇത് നമ്മുടെ അല്ല. ഈ ഭൂമിയിൽ നമ്മുടെ വീടൊന്നും നമ്മുടെ അല്ല. എല്ലാം വിട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അതാണ് കേട്ടത്. നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് പോകാൻ പോവുകയാണ്. നമുക്കൊരു സന്തോഷമുള്ള ഹൃദയം വേണം. കർത്താവേ, നീ ഞങ്ങളുടെ നിത്യത ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി അതിനുവേണ്ടി ചില സന്ദർഭം എന്റെ കുറവ് കാരണം നിത്യത നഷ്ടപ്പെടുമോ? അതും ഒരു തെറ്റായ ചിന്താഗതിയാണ്. അഥവാ എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ നിത്യത നഷ്ടപ്പെടുമോ? അങ്ങനെ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മളെ വീണ്ടും പാവബോധം ദൈവം തന്ന് നമ്മളെ ഒരുക്കും. കാരണം നമ്മൾ അവന്റെ മക്കളാ. കാരണം നമ്മുടെ വീട്ടിൽ ഒരു മകൻ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഇവൻ ഇനി എന്റെ മകനല്ല, എന്നേക്കുമായിട്ട് ഞാൻ പുറത്താക്കിയിരിക്കുന്നു എന്ന് ഒരിക്കലും പറയാറില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ കുറവ് സംഭവിക്കുന്നു ദൈവത്തിന് അറിയാം. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശുഭഭാവി തയ്യാറാക്കിയിരിക്കുകയാണ്.
ഒരു സ്വർഗം തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉദാഹരണമായിട്ട് അത് പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ തൽക്കാല താമസത്തിനായി ഒരു ഷെഡ് ഉണ്ടാക്കും. ഞങ്ങളുടെ ആ ഓടിട്ട വീട് വെച്ച സമയത്ത് ഒരു ഷെഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഈ ഷെഡ് താൽക്കാലികമാണ് നമുക്കറിയാം. അതുകൊണ്ട് അതിനകത്തൊന്നും പ്രത്യേകിച്ച് വലിയ ചെലവഴിച്ചൊന്നും ഉണ്ടാക്കത്തില്ല. ഒരു 5-6 മാസത്തിനകം നമ്മൾ ആ വീട് കളയും. അതിനുവേണ്ടി താൽക്കാലിക വസതിയാണ് ആ ഒരു കൂടാരം. സ്ഥിരമായിട്ട് താമസിക്കുന്ന വീടിൽ വളരെ ചെലവ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ദൈവം സർവജ്ഞാനിയാണ്. ഈ ഭൂമിയിൽ കാണുന്ന ഈ സെറ്റപ്പ് എല്ലാം താൽക്കാലിക വസതിയാണ്. ഒരു ഷെഡ് കുറച്ച് നാളത്തേക്ക് നമ്മൾ ജീവിക്കും. ഈ ശരീരം താൽക്കാലിക ഷെഡാണ്. ഒറിജിനൽ ഈ ശരീരം വരാൻ പോകുന്നതാണ്. യേശു കർത്താവ് ഉയർത്തതിനു ശേഷം ജീവിച്ച ശരീരം അത് സ്വർഗീയ ശരീരമാണ്. ആ സ്വർഗീയ ശരീരം നമ്മുടെ ഭാവനയ്ക്ക് ഒത്തിരി അപ്പുറമാണ്. അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വാടക വീടാണ്. ഇത് നമ്മൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ വാടക വീട്ടിലെ കാര്യങ്ങൾ, വാടക വീട്ടിലെ ചില വെളിച്ചം കുറവെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. രണ്ടുപേര് ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ സീറ്റിന് വേണ്ടി വളരെ വഴക്കുണ്ടായി. 1 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. 1 മണിക്കൂർ ഒരു വഴക്ക് കൂടി തീർത്തു സീറ്റിന് വേണ്ടി. അതുപോലെ ജീവിതം നയിക്കുന്നവരുണ്ട്. അവരറിയുന്നില്ല, ഇച്ചിരി സമയം കഴിയുമ്പോൾ തീരെയുള്ള നീന്ന് വഴക്കുണ്ടാക്കാതെ മറ്റൊരു ഇരുന്നോട്ടെ നീ ചെന്ന് സന്തോഷത്തോടെ പ്രകൃതി സൗന്ദര്യം കണ്ട് യാത്ര ചെയ്ത് സന്തോഷത്തോടെ യാത്ര ചെയ്താൽ എത്രയോ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള ഈ ബന്ധനങ്ങളൊക്കെ നമ്മൾ മാറ്റണം. നമ്മുടെ സ്വഭാവത്തിലെ കുറെ ബന്ധനങ്ങൾ അതൊക്കെ മാറണം. നമ്മുടെ ബന്ധങ്ങളിലുള്ള വികൽച്ചകൾ, വിള്ളലുകളൊക്കെ നമ്മൾ തന്നെ ശ്രമമെടുത്ത് മാറ്റണം. മാറ്റാതിരിക്കുന്നത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ പിശാചിനെ തിരിച്ചറിയണം. സ്നേഹനിധിയായ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പോലും ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അവന്റെ ടൈമിങ്ങിലുള്ള കാര്യമായിരുന്നു. ഇനിയും നമുക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്താകുലപ്പെട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. ഇനി നമുക്ക് മുന്നോട്ടുള്ള ഭാവി, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി ഏറ്റവും ഉന്നതമാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ട് നരകത്തിൽ പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശിശുക്കളെ പോലെ ഒരു ഹൃദയം, അന്യോന്യം സ്നേഹിക്കാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി അവരെ കുറ്റപ്പെടുത്തുന്ന ആ സ്വഭാവമെല്ലാം വിട്ട് സ്നേഹിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അതാണ് ആഗ്രഹിക്കുന്നത്. കുറവുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കുറവുകൾ ഓർക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എന്റെ വാക്കുകളിൽ സഹോദരനെ മുറിപ്പെടുത്തിയിട്ടുണ്ട്, സഹോദരിയെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണമേ. ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് സമർപ്പണത്തോടെ പോവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ബാക്കി ഈ അവസരം തന്ന ദേവദാസനോടും ഈ സഭയോടും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം